ഭർത്താവ് മരണപ്പെട്ടാല് നിങ്ങൾ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുമോ? അതല്ല, ഭർത്താവ് മരണപ്പെട്ടാൽ വളർന്നു വരുന്ന മക്കളെ ഭാവി ഓർത്തിട്ട് നിങ്ങളെല്ലാം സഹിച്ചിട്ട് മരണം വരെ ഒറ്റയ്ക്ക് വിധവയായിട്ട് ജീവിക്കുമോ? ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടതാണിത്. ഈ വീഡിയോയിൽ ആ സ്ത്രീ കരയാണ്, ആങ്കർ കരയുന്നു, ഓഡിയൻസ് എല്ലാവരും കരയാണ്. കരയിക്കുന്നത് കേരളക്കാരെ, നമ്മളെ ചില കാഴ്ചപ്പാടുകളാണ്. ഒരു വർഷമെങ്കിലും ദുഃഖം ആചരിക്കാതെ പുറത്തിറങ്ങരുത് എന്നാണ് അത്ര പുതിയ നിയമമുള്ളത്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആരാന്നറിയോ? നാട്ടിൽ എല്ലാ പഞ്ചായത്തിലും കാണും തലതെറിച്ചിട്ട് വിവരമില്ലാത്ത ചില കഴുത ആന്റിമാരാണുള്ളത്. ഓക്കെ, ഒരു വർഷം കഴിഞ്ഞ് എങ്ങനെ തോന്നിയ പോലെ ജീവിക്കാന്നാണ് നിങ്ങൾ കാഴ്ചപ്പാടുള്ളത്. നല്ലൊരു വസ്ത്രം ധരിക്കാൻ പാടില്ല, അത്രേ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പാടില്ല, മക്കളെ കൂടെ പുറത്തിറങ്ങാൻ പാടില്ല, കോഫി ഷോപ്പിൽ പോകാൻ പാടില്ല, കൊലായിൽ വന്നിട്ട് ചായ കുടിക്കാൻ പാടില്ല, മുഖത്ത് സന്തോഷം പ്രകടിപ്പിക്കാൻ പാടില്ല. ഹേ, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങളെപ്പോലെ ചോരയും നീരുള്ള പെണ്ണാണ് ജീവിക്കുന്നത് ഇവിടെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഒരു വിധവയായിട്ട് ഇരുട്ട് മുറിയിൽ വെള്ളം ഇട്ടിട്ട് ഡിപ്രഷൻ അടിച്ചിട്ട് അവൾ മരണം വരെ ജീവിക്കണം